ഹലോ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർമി 2026 എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുൾ വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Which disease is caused by the deficiency of vitamin A? നമുക്ക് ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻസ് അല്ലേ. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട് അല്ലേ, ബി കോംപ്ലക്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ബിൽഡിങ്ങിനും അതുപോലെ നമ്മുടെ ഹെൽത്തിനെല്ലാം വൈറ്റമിൻസ് ഒരുപാട് ആവശ്യമാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയിൽ നിന്നുള്ള ടോപ്പിക്ക് വൈറ്റമിൻസ് എന്നുള്ളത്. അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചത്? എന്താണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഓപ്ഷൻ ബി കളർ ബ്ലൈൻഡ്നെസ്, ഓപ്ഷൻ സി കാറ്ററാക്ട്, ദെൻ ഓപ്ഷൻ ഡി കൺജക്റ്റീവ്സ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഐയുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസുകളാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മളെ ചോദിച്ചത് എന്തായിരുന്നു? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് നമ്മളോട് ചോദിച്ചത്. എന്നിട്ട് നമ്മൾ ആൻസർ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് എന്ത് ചെയ്യുക? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളും, അതായത് കണ്ണിന് വരുന്ന എല്ലാ രോഗങ്ങളും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഐയെക്കുറിച്ചുള്ള പഠനം നമുക്ക് നോക്കാം. ഏതാണ്? എന്തായിരിക്കും കണ്ണിനെ കുറിച്ചുള്ള പഠനം? എന്താണ്? ഓഫ്താൽമോളജി അല്ലേ. ഓഫ്താൽമോളജി ആണ് എന്തെന്ന് പറയുക? കണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓഫ്താൽമോളജി ആണ്. ഇനി നോക്കി വൈറ്റമിൻ നോക്കി. വൈറ്റമിൻ ഏത് വൈറ്റമിനെയാണ് നമ്മൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഇ ആണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് അല്ലേ. സൗന്ദര്യത്തിൻ്റെ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. നമ്മുടെ ബോൺസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. നമ്മുടെ ബോൺസിനൊക്കെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ആണ് അല്ലേ. ഇനി നോക്കി, ഇനി നമുക്ക് പറയാനുള്ളതാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഏതാണ്? വിച്ച് ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് കറക്റ്റ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. റിക്കറ്റ്സ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ്. ഓക്കെ, റിക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? രോഗമാണ്. ഓക്കെ, റിക്കറ്റ്സ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് റിക്കറ്റ്സ് ഡിസീസ് ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഓപ്ഷൻ സി വൈറ്റമിൻ ഡി, ദെൻ ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നോക്കി ഏതാണ് അല്ലെ റിക്കറ്റ്സിന് കാരണമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. എന്നിട്ട് നോക്കി ബോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസാണ് എന്തെന്ന് പറയുക? റിക്കറ്റ്സിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഡിസീസാണ് എന്തെന്ന് പറയുന്നത്? റിക്കറ്റ്സ്. അതിൻ്റെ ബോൺസുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബോൺസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഡിസീസ് അല്ലെങ്കിൽ എന്താണ് അതിന് ഹെൽത്ത് ഒന്നും ഇല്ലാതെ വരുന്നുണ്ട്. അതിൻ്റെ റിക്കറ്റ്സ് നോക്കി ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് എന്തെന്ന് പറയുക? റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇനി നോക്കി സണ്ണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ഒരു വൈറ്റമിൻ കിട്ടുന്നുണ്ട്. ഏതാണ്? വൈറ്റമിൻ ഡി അല്ലേ. ഏതാണ്? വൈറ്റമിൻ ഡി എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സണ്ണിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഡി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിൽ നിന്നുള്ള നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലത്തെ വെയിലും അതുപോലെ തന്നെ എന്താണ് വൈകുന്നേരത്തെ വെയിലും എന്ത് ചെയ്യുക? ചെറിയ രീതിയിൽ കൊള്ളണമെന്ന് പറയുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലൈവ് സെക്ഷൻസിൻ്റെ ലിങ്കുകളെല്ലാം വീഴുന്നത് നമ്മുടെ ഒരു ടെലഗ്രാം ചാനലാണ്. എല്ലാവരും ഫോളോ ചെയ്യുക. കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് അല്ലേ. കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? വാട്ട് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ വിനിഗർ, ഓപ്ഷൻ ബി സോഡിയം ഹൈഡ്രോക്സൈഡ്,
ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്, ദെൻ ഓപ്ഷൻ ഡി പൊട്ടാസ്യം ഓക്സൈഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പർ എന്താണ് റെഡായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം, എന്താണ് ആസിഡ് ഉണ്ടായിരിക്കണം അല്ലേ. ആസിഡ് കണ്ടന്റ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നത്, റെഡാക്കി മാറ്റുന്നത്. 2 കളറിലെ ലിറ്റ്മസ് പേപ്പറാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ബ്ലൂ കളറിലെ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, അതുപോലെ എന്താണ് റെഡ് കളറിലെ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഓക്കെ, അസിഡിക് മീഡിയം ആണെങ്കിൽ ബ്ലൂ കളറിനെ എന്താക്കി മാറ്റുന്നുണ്ട്, റെഡാക്കി മാറ്റുന്നതാണ് അസിഡിക് മീഡിയം എന്ന് പറയുക. ബേസിക് മീഡിയം ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ് കളർ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുകയാണ്, ബ്ലൂ കളറാക്കി എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 2 കളേഴ്സാണ് ഉള്ളത്, ബ്ലൂവും റെഡുമാണ് ഉള്ളത്. ഇത് ഇതിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലൈക്കൺസിൽ നിന്ന് എടുക്കുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള എന്ത് ചെയ്യുക ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കുന്നത്. അത് ലിറ്റ്മസ് പേപ്പർ 2 കളേഴ്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ അസിഡിക് മീഡിയം ആണോ അതോ ബേസിക് മീഡിയം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ബേസുകൾക്ക് എക്സാമ്പിളാണ്. വിനിഗർ മാത്രമാണ് എന്ത് ചെയ്യുക ആസിഡിക് മീഡിയം എന്നറിയപ്പെടുന്നത് അല്ലേ. വിനിഗർ നമുക്കറിയാം എവിടെയാണ് കാണപ്പെടുന്നത് അല്ലേ, നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വിനാഗിരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക വിനിഗർ എന്ന് പറയുന്നത്. വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് നമ്മളോട് ചോദിക്കുന്നെങ്കിൽ എന്തെഴുതണം, അസറ്റിക് ആസിഡ്. എന്താണ് അസറ്റിക് ആസിഡാണ് എന്ത് ചെയ്യുക വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അസറ്റിക് ആസിഡാണ്. എങ്ങനെ എഴുതാം നമുക്ക്, CH3COOH എന്നാണ് എന്ത് ചെയ്യുക അസറ്റിക് ആസിഡിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞു വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ആൻറ്റ് മീൻസ് എന്താണ് എറുമ്പ് അല്ലേ. എറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഫോർമിക് ആസിഡാണ് എന്ത് ചെയ്യുക ആൻറ്റിനകത്ത്. അതുപോലെ തന്നെ എന്താണ് വാസ്പ്, കേട്ടുണ്ടോ, വാസ്പ് കടന്തൽ അല്ലേ, വാസ്പിനകത്തും ഹണി ബീക്കകത്തും അല്ലേ. ഹണി ബീ എന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ച. ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫോർമിക് ആസിഡാണ്. ക്ലിയർ ആണോ, ഫോർമിക് ആസിഡാണ് എന്ത് ചെയ്യുക ഉറുമ്പിനകത്തും അതുപോലെ വാസ്പ് അതുപോലെ ഹണി ബീക്കകത്തൊക്കെ കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫോർമിക് ആസിഡാണ്. ഇനി മിൽക്കിനകത്തുള്ള ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെഴുതണം, ലാക്റ്റിക് ആസിഡ് എഴുതണം. എന്താണ് ലാക്റ്റിക് ആസിഡാണ് എന്ത് ചെയ്യുക മിൽക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണെങ്കിൽ എന്താണ് ലാക്റ്റിക് ആസിഡാണ്. അതുപോലെ തന്നെ എന്താണ് കേർഡ് അല്ലേ, കേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തൈര് അല്ലേ. കേർഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലാക്റ്റിക് ആസിഡാണ് എന്ത് ചെയ്യുക കേർഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ്. ക്ലിയർ ആണോ, ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ലിക്വിഡ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്താണ് ഏത് ലിക്വിഡ് മീഡിയം ആണ് ബാഡ് കണ്ടക്ടർ ആയിട്ട് കാണപ്പെടുക, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, സിൽവർ, ഓപ്ഷൻ ബി ഡിസ്റ്റിലേറ്റഡ് വാട്ടർ, ദെൻ ഓപ്ഷൻ സി ഗോൾഡ്, ദെൻ ഓപ്ഷൻ ഡി കോപ്പർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കി 4 ഓപ്ഷനകത്ത് നോക്കി 4 ഓപ്ഷനകത്ത് പറഞ്ഞേക്ക് നോക്കി. ഫസ്റ്റ് വൺ പറഞ്ഞ എന്താണ് സിൽവർ ആണ്. എന്താണ് സിൽവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ല രീതിയിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ, ഹീറ്റ് അല്ലെങ്കിൽ എന്താണ് ടെമ്പറേച്ചറിനെയൊക്കെ എന്ത് ചെയ്യുകയാണ് നല്ല രീതിയിൽ എന്ത് ചെയ്യുകയാണ് കണ്ടക്ട് ചെയ്യുന്ന മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് സിൽവർ ആണ് എഴുതേണ്ടത്. ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന എപ്പോഴും ആരായിരിക്കും സിൽവർ ആയിരിക്കും ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത നോക്കി, രണ്ടാമത്തെ എന്താണ് ഗോൾഡ് അല്ലേ. ഗോൾഡ് എന്താണ് പ്രത്യേകത, എന്താണ് ഓറം എന്നറിയപ്പെടുന്ന അല്ലേ ലാറ്റിൻ നെയിമാണ് എന്തിനുള്ളത് ഗോൾഡിനുള്ളത്. ഗോൾഡ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വലിച്ചു നീട്ടി എന്ത് ചെയ്യാൻ പറ്റും, തിൻ വയേഴ്സാക്കി ഏറ്റവും നല്ല രീതിയിൽ വലിച്ചു നീട്ടി എടുക്കാൻ പറ്റുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗോൾഡാണ് അല്ലേ. മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, എന്താണ് നോബിൾ മെറ്റൽ എന്നും ഏതിനെ അറിയപ്പെടുന്നുണ്ട് ഗോൾഡിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്താണ് കോപ്പറാണ്. എന്താണ് കോപ്പറിൻ്റെ പ്രത്യേകത, ഹ്യൂമൻ ബീങ്സ് ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കോപ്പറാണ്. എന്ത് ചെയ്യുക മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് കോപ്പറാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് 2ാം സ്ഥാനത്ത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് കോപ്പറിനാണ്. ആദ്യത്തെ പ്ലേസ് സിൽവറിനാണെങ്കിൽ 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് കോപ്പറിനാണ് 2ാം സ്ഥാനമുള്ളത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിങ് അല്ലെ, വീടുകളിലൊക്കെ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് കോപ്പറാണ് ആൻസർ എഴുതേണ്ടത്. ക്ലിയർ ആണോ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ 2026 ആർമി റാലീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി നമ്മൾ ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെയിം ക്ലാസ് നമ്മൾ റെക്കോർഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. ക്ലാസ്സിന് ശേഷം ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പറും നിങ്ങൾക്ക് നൽകുന്നതാണ്. റിവിഷൻ ക്ലാസ്സും വീക്ക്ലി എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പ്രൊവൈഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ആർമി GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഉണ്ട്, ഓഫ്ലൈനായിട്ടും ഉണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡ്രീം ആയിട്ടുള്ള ഒരു യൂണിഫോം നേടിയെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ഏത് ഡൗട്ടോ എന്തുണ്ടെങ്കിലും കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഹാപ്പൻസ് വെൻ മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ? എന്താണ് പറഞ്ഞേക്കുക, എന്താണ് സംഭവിക്കുക, എന്ത് തമ്മിലാണ്? മഗ്നീഷ്യം എന്താണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, ഹൈഡ്രജൻ. ഓപ്ഷൻ ബി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓപ്ഷൻ സി മഗ്നീഷ്യം ഓക്സൈഡ്. ദെൻ ഓപ്ഷൻ ഡി കാർബൺ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? ഒരു മെറ്റലിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുക, മഗ്നീഷ്യം അല്ലേ. ഈ മഗ്നീഷ്യം എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുകയാണ്? റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? റെസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു സോൾട്ട് ഫോം ചെയ്യും. നമുക്കതറിയാം എന്താണ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ എപ്പോഴും എന്തായിരിക്കും? അത് ആ മെറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത ഓക്സൈഡ്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഇവിടെ മഗ്നീഷ്യമായിട്ട് റിലേറ്റ് ചെയ്ത ടേം വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? മഗ്നീഷ്യം ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. അന്നേരം ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി മഗ്നീഷ്യം ഓക്സൈഡ് ആണ് വരുന്നത്. ഓക്കെ, ഹൈഡ്രജനും അല്ലെങ്കിൽ കാർബൺ പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഓരോരോ കോമ്പൗണ്ട്സ് മെറ്റൽസും ഒക്കെയാണ്. പക്ഷേ എന്താണ് നമുക്കറിയാം മഗ്നീഷ്യം എന്ന് പറയുന്നൊരു മെറ്റലാണ്. ഈ മെറ്റൽ എന്താണ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സോൾട്ട് എന്തായാലും ഫോം ചെയ്യും. അന്നേരം മഗ്നീഷ്യം ഓക്സൈഡാണ് എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആസിഡ് ദെയർ ഇൻ ലെമൺ ആൻഡ് ഓറഞ്ച്? അല്ല, എന്താണ് പറഞ്ഞത്? സിട്രസ് ഫ്രൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്നിട്ട് നോക്കിയേ, ലെമണിനകത്തും ഓറഞ്ചിനകത്തും അടങ്ങിയിരിക്കുന്ന ആസിഡ് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ സിട്രിക് ആസിഡ്. ഓപ്ഷൻ ബി മാലിക് ആസിഡ്. ദെൻ ഓപ്ഷൻ ഡി ടാർട്ടാറിക് ആസിഡ്. ദെൻ ഓപ്ഷൻ ഡി ടാനിക് ആസിഡ് അല്ലേ. ഈ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? ലെമണിനകത്തും ഓറഞ്ചിനകത്തും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ ഏതായിരിക്കും ആൻസർ എഴുതുക? അറിയാമോ ഏതാണ് ആൻസർ? ഏതായിരിക്കും ആൻസർ? സിട്രിക് ആസിഡ് അല്ലേ. സിട്രസ് ഫ്രൂട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിട്രിക് ആസിഡ് ആണ് അല്ലേ. വൈറ്റമിൻ സി ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള എന്താണ് ലെമണിനകത്തും ഓറഞ്ചിനകത്തും അടങ്ങിയിട്ടുണ്ട്. ലെമണിനകത്തും ഓറഞ്ചിനകത്തും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? സിട്രിക് ആസിഡാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? ഇനി നോക്കിയാൽ ടാമറിൻഡ്. എന്താണ് ടാമറിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പുളി നമ്മൾ പറയുന്നുണ്ട്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ് ആണ് എന്ത് ചെയ്യുക? പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇതൊക്കെ മാലിക് ആസിഡ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? മാലിക് ആസിഡ് എഴുതണം അല്ലേ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാലിക് ആസിഡ് ആണ്. അതുപോലെ എന്താണ്? യൂറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? യൂറിക് ആസിഡ് ആണ് എന്ത് ചെയ്യുക? യൂറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ്. ക്ലിയർ ആണോ? എന്നിട്ട് നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെമണിനകത്തും ഓറഞ്ചിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? സിട്രിക് ആസിഡ് ആണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ചേഞ്ചസ് ഈസ് മെൽറ്റിംഗ് ഓഫ് ക്യാൻഡിൽ? എന്താണ് പറഞ്ഞേക്കുന്നത്? ഏത് ചേഞ്ച് ആണ് നടക്കുക? മെൽറ്റിംഗ് ഓഫ് ക്യാൻഡിലിനകത്ത് നടക്കുന്ന ചേഞ്ച് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, ഫിസിക്കൽ ചേഞ്ച്. ഓപ്ഷൻ ബി കെമിക്കൽ ചേഞ്ച്. ദെൻ ഓപ്ഷൻ സി തെർമൽ ചേഞ്ച്. ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് ചോദിക്കുക? മെൽറ്റിംഗ് ഓഫ് ക്യാൻഡിലാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ക്യാൻഡിൽ മെൽറ്റ് ചെയ്യുകയാണ് അല്ലേ. ക്യാൻഡിൽ മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുകുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് നടക്കുന്ന ചേഞ്ച് എപ്പോഴും എന്തായിരിക്കും? ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും. എന്ത് ചെയ്യുക? മെൽറ്റിംഗ് ഓഫ് ക്യാൻഡിൽ എന്ന് പറയുക. പക്ഷേ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ബേണിംഗ് ഓഫ് ക്യാൻഡിൽ?
ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ അല്ലെ, ഒരു മെഴുകുതിരി കത്തുകയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ചേഞ്ചിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എഴുതണം അല്ലെ. എങ്ങനെയായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റുക? ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എന്ന് പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. എന്താണ് മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്സ് ഉരുകി മാറുക എന്നുള്ളതാണ്. ഇവിടെ ബേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അതിനകത്ത് എന്തുണ്ട്? തിരിയുണ്ട് അല്ലേ. ഈ തിരി എന്ത് ചെയ്യുക? കത്തി മാറുമ്പോൾ അതെന്തായിട്ട് മാറുന്നുണ്ട്? കെമിക്കൽ ചേഞ്ച് ആയിട്ട് മാറുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ വാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? മെൽറ്റ് ആവുന്നുണ്ട്. അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. ഈ വാക്സിന് ഉരുകി വരുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ മാറ്റാൻ പറ്റും. പക്ഷേ അതിൻ്റെ മിഡിൽ പോർഷനിൽ ഇരിക്കുന്ന എന്താണ്? ആ ത്രെഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അന്നേരം അത് എന്തിന് എക്സാമ്പിളാണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അന്നേരം ക്വസ്റ്റ്യൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ആൻസർ നല്ല രീതിയിൽ മാറും. ഇവിടെ മെൽറ്റിംഗ് ഓഫ് ക്യാൻഡിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്തെഴുതണം? ഫിസിക്കൽ ചേഞ്ച് എഴുതണം. പക്ഷേ ഇവിടെ വാട്ട് ചേഞ്ചസ് ഈസ് ദി എന്താണ്? ബേണിംഗ് ഓഫ് എ ക്യാൻഡിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? ആൻസർ ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എന്ന് എഴുതണം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് മെറ്റൽ ഈസ് ദ ഫിലമെന്റ് ഓഫ് എ ബൾബ്? എന്താണ് പറഞ്ഞേക്കുന്നത്? ഫിലമെന്റ് ഓഫ് എ ബൾബ്, ബൾബിന്റെ ഫിലമെന്റിൽ കാണപ്പെടുന്ന മെറ്റൽ താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, കോപ്പർ. ഓപ്ഷൻ ബി സിൽവർ. ഓപ്ഷൻ സി ടങ്സ്റ്റൺ. ദെൻ ഓപ്ഷൻ ഡി ഗോൾഡ്. 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ബൾബ് നമുക്കറിയാം, നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബൾബാണ്. ഈ ബൾബിൽ എന്തുണ്ട്? ഫിലമെന്റ് ഉണ്ട്. അതായത് കട്ടി കുറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? തിൻ വയേഴ്സ് ആയിട്ടുള്ള ഒരു ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എപ്പോഴും എന്തുകൊണ്ടാണ്? ടങ്സ്റ്റൺ കൊണ്ടാണ്. എന്താണ് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് എന്തിനുള്ളത്? ടങ്സ്റ്റൺ ഉള്ളത് അല്ലേ. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഏതിനുള്ളത്? ടങ്സ്റ്റൺ ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുക? പെട്ടെന്ന് എന്ത് ചെയ്യും? കൂടുതലായിട്ട് എക്സസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും? കറണ്ട് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് പൊട്ടിപ്പോവും, ബ്രേക്കായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അന്നേരം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫിലമെന്റ് ഓഫ് എ ബൾബ് അല്ലെ, അതിനകത്ത് കാണപ്പെടുന്ന മെറ്റൽ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ടങ്സ്റ്റൺ ആണ് എഴുതേണ്ടത്. ഇനി നോക്കിയേ, ബൾബ് കണ്ടുപിടിച്ചത് സയന്റിസ്റ്റിന്റെ പേരാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം? തോമസ് ആൽവ എഡിസൺ അല്ലേ. തോമസ് ആൽവ എഡിസൺ ആണ് എന്ത് ചെയ്യുക? ബൾബ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തോമസ് ആൽവ എഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ബൾബ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഡു പാർട്ടിക്കിൾസ് റിമെയിൻസ് മോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ്? എന്താണ് പറഞ്ഞേക്കുന്നത്? ഏത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്താണ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, ഗ്യാസസ്. ഓപ്ഷൻ ബി സോളിഡ്. ഓപ്ഷൻ സി ലിക്വിഡ്. ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ്. രണ്ടാമത്തെ എന്താണ്? ലിക്വിഡ് ആണ്. മൂന്നാമത്തെ എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, 3 സ്റ്റേറ്റ് ആണ് നമുക്കറിയാം. നോക്കിയേ, 4ാമത്തെ സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? പ്ലാസ്മയാണ് എന്ത് ചെയ്യുക? 4ാമത്തെ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്ലാസ്മയാണ് 4ാമത്തെ സ്റ്റേറ്റ്. എന്നിട്ട് നോക്കി, നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഡു പാർട്ടിക്കിൾസ് റിമെയിൻസ് മോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് അല്ലേ. മോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നത് ഏതായിരിക്കും? മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും മോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിനകത്ത് ക്ലോസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? മോളിക്യൂൾസ് കാണപ്പെടുക. അടുത്തടുത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസ് കാണപ്പെടുന്നുണ്ട്. രണ്ടാമത്തേനകത്ത് എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിനകത്ത് കുറച്ച് അകലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മോളിക്യൂൾസ് കാണപ്പെടുന്നുണ്ട്. ഗേഷ്യസ് സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ദൂരെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? മോളിക്യൂൾസ് കാണപ്പെടുക. അന്നേരം എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തടുത്തിരിക്കുന്ന മോളിക്യൂൾസിനെ കാട്ടി എന്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന എപ്പോഴും എന്തായിരിക്കും? ദൂരം കൂടുതലായിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അത് ഏത് സ്റ്റേറ്റ്സിനകത്തായിരിക്കും കാണപ്പെടുക? ഗേഷ്യസ് സ്റ്റേറ്റിനകത്തായിരിക്കും കാണുന്നത്. അന്നേരം ആൻസർ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ മാക്സിമം ഡീവിയേഷൻ ഓഫ് ദ റേ ഓഫ് ലൈറ്റ് അല്ലേ. എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം ഡീവിയേഷൻ ഓഫ് ദി റേ ഓഫ് ലൈറ്റ്? റേ ഓഫ് ലൈറ്റിൽ ഏറ്റവും കൂടുതൽ മാക്സിമം ആയിട്ട് എന്ത് ചെയ്യുക? ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന കളർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യെല്ലോ. ഓപ്ഷൻ ബി റെഡ്. ഓപ്ഷൻ സി വയലറ്റ്. ദെൻ ഓപ്ഷൻ ഡി ഗ്രീൻ. 4 ഓപ്ഷനകത്ത് ഏതായിരിക്കും ആൻസർ? ഡീവിയേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ പോകാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ഏതിനാണ്? വയലറ്റിനാണ് അല്ലേ. വയലറ്റിനാണ് ഏറ്റവും ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് കൂടുതൽ. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈമറി കളേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? റെഡ്, ബ്ലൂ, ഗ്രീൻ.
എന്താണ് റെഡ് ബ്ലൂ ഗ്രീൻ ആണ് എന്തെന്ന് പറയുക പ്രൈമറി കളേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് എന്താണ് യെല്ലോ കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കണ്ണിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് യെല്ലോ കളറാണ്. നമ്മുടെ കണ്ണിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് യെല്ലോ കളറാണ്. പ്രൈമറി കളേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏതൊക്കെയാണ് റെഡ് ബ്ലൂ ഗ്രീൻ ആണ് പ്രൈമറി കളേഴ്സ്. ഇനിയുണ്ട് സെക്കൻഡറി കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് സെക്കൻഡറി കളേഴ്സ് ഏതാണ് മജന്ത സിയാൻ പിന്നെ ഏതാണ് മജന്ത സിയാൻ ഇതൊക്കെ എന്താണ് സെക്കൻഡറി കളേഴ്സിന് എക്സാമ്പിളാണ് അല്ലേ. ഇനി നോക്കി യെല്ലോ അതുപോലെ തന്നെ എന്ത് യെല്ലോ മജന്ത സിയാൻ ഇത് മൂന്നുമാണ് സെക്കൻഡറി കളേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്കറിയാം എല്ലാ കളേഴ്സിനെയും എന്ത് ചെയ്യുകയാണ് അബ്സോർബ് ചെയ്യുന്ന കളറാണ് നമ്മളോട് ചോദിക്കുന്നെങ്കിൽ എന്താണ് എഴുതേണ്ടത് ബ്ലാക്ക് ആണ് എഴുതേണ്ടത് അല്ലേ. ബ്ലാക്ക് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കളേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. എല്ലാ കളേഴ്സിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത് വൈറ്റ് ആണ് എഴുതേണ്ടത് അല്ലേ. വൈറ്റ് കളർ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ബ്ലാക്ക് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കളേഴ്സിനെയും അബ്സോർബ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബ്ലാക്ക് ആണ് അബ്സോർബ് ചെയ്തെടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇതൊക്കെ ഏത് റേനേറ്റിൽ അല്ലെങ്കിൽ ഏത് കളറാണ് ഏറ്റവും മാക്സിമം ഡീവിയേറ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് വയലറ്റ് കളറാണ് ആൻസർ എഴുതേണ്ടത്. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ ബയോളജിയിൽ നിന്നാണ്. ഫ്രം വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ടിയേഴ്സ് അല്ലെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി സലൈവറി ഗ്ലാൻഡ്, ഓപ്ഷൻ ബി ലാക്രിമൽ ഗ്ലാൻഡ്, ഓപ്ഷൻ സി ലിവർ, ദെൻ ഓപ്ഷൻ ഡി തൈമസ് അല്ലേ. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം ലിവർ എഴുതണം അല്ലേ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി അല്ലേ. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് എഴുതേണ്ടത് ലിവർ ആണ് എഴുതേണ്ടത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്താണ് ടിയേഴ്സ് അല്ലെ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് ചോദിക്കുന്നതിൽ എന്താണ് എഴുതേണ്ടത് ഓപ്ഷൻ ബി ലാക്രിമൽ ഗ്ലാൻഡ് ആണ് എന്ത് ചെയ്യുക കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. ടിയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ലാക്രിമൽ ഗ്ലാൻഡ് ആണ്. സലൈവറി ഗ്ലാൻഡ്സ് അല്ലെ നമ്മുടെ മൗത്തിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് സലൈവറി ഗ്ലാൻഡ്സ്. സലൈവ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ മൗത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വാട്ട് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ NaOH ആൻഡ് COOH എന്താണ് പറഞ്ഞേക്കുന്നത് എന്താണ് ഏത് റിയാക്ഷനാണ് NaOH അല്ലെങ്കിൽ COOH എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള റിയാക്ഷനാണ് എന്തായിരിക്കും ആൻസർ. ഓപ്ഷൻ നോക്കി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, ഓപ്ഷൻ ബി ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഓപ്ഷൻ സി കോമ്പിനേഷൻ റിയാക്ഷൻ, ദെൻ ഓപ്ഷൻ ഡി കമ്പഷൻ റിയാക്ഷൻ. 4 നമുക്ക് തന്നിട്ടുണ്ട്. NaH എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിന് എക്സാമ്പിളാണ് NaH ഒരു ബേസിന് എക്സാമ്പിളാണ് അല്ലേ. ഇനി COOH എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു ബേസും കൂടെ എന്ത് ചെയ്യുകയാണ് റിയാക്ട് ചെയ്ത് സോൾട്ട് ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുക അല്ലെ. ഒരു ആസിഡും ഉണ്ട് അതുപോലെ തന്നെ ഒരു ബേസും എന്ത് ചെയ്യുന്നുണ്ട് കമ്പൈൻ ചെയ്യും ഒരു രണ്ടും കൂടെ കൂടിക്കലർന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് സോൾട്ട് എന്നറിയപ്പെടുന്നത്. ഈ സോൾട്ട് എന്ത് ചെയ്തില്ല ആസിഡിൻ്റെ സ്വഭാവം കാണിക്കത്തില്ല അതുപോലെ തന്നെ എന്താണ് ബേസിൻ്റെ സ്വഭാവം കാണിക്കത്തില്ല ന്യൂട്രലായിട്ട് നിൽക്കും അത് പുതിയൊരു സ്വഭാവമായിരിക്കും കാണിക്കുക അല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും സോൾട്ട് ആയിരിക്കും. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുക ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബൈ വിച്ച് മെത്തേഡ്സ് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഫ്രം വൺ ബോഡി ടു അനദർ വിത്തൗട്ട് മോളിക്യൂൾസ്. അതായത് മോളിക്യൂൾസിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യുകയാണ് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ്. ഓപ്ഷൻ എ കൺവെക്ഷൻ, ഓപ്ഷൻ ബി റേഡിയേഷൻ, ഓപ്ഷൻ സി കണ്ടക്ഷൻ, പിന്നെ ഓപ്ഷൻ ഡി ഐസൊലേഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താ നോക്കി കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് എപ്പോഴും ഏത് വഴിയാണ് കണ്ടക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുക ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അത് ഉള്ളി എന്തിനകത്ത് മാത്രമേ ഉള്ളൂ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനകത്ത് മാത്രമേ ഉള്ളൂ. ഇനി നോക്കി ഗേഷ്യസ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിലും എന്ത് ചെയ്യുകയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയണം കൺവെക്ഷൻ എന്ന് പറയണം
നോക്കി കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്യാസിയസ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനകത്തും എന്താണ് അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനകത്തും ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണ് കൺവെക്ഷൻ ഉള്ള മെത്തേഡാണ്. ഇത് രണ്ടിനും എന്ത് ആവശ്യമാണ്? മോളിക്യൂൾസ് എന്തുണ്ട് ആവശ്യമുണ്ട്. മോളിക്യൂൾസിനകത്തോടെ എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഫ്രം വൺ ബോഡി ടു അനദർ വിത്തൗട്ട് മോളിക്യൂൾസ്. ഒരു മോളിക്യൂൾസിൻ്റെ പ്രസൻസും ഇല്ലാണ്ട് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എപ്പോഴും ഏത് മെത്തേഡ് വഴി മാത്രമായിരിക്കും? ഓപ്ഷൻ ബി റേഡിയേഷൻ വഴിയായിരിക്കും. ഏതിലേക്കൂടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇതിനകത്ത് ഇന്ന മീഡിയം എന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ മോളിക്യൂൾസ് വേണമെന്നില്ല. രണ്ട് ബോഡികൾ തമ്മിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുക റേഡിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. എന്താണ് സണ്ണിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുകയാണ് ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യുക ഭൂമിയിൽ എത്തുന്നത് ഏത് മെത്തേഡ് വഴിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റേഡിയേഷൻ വഴിയാണ് എന്ത് ചെയ്യുക ഹീറ്റ് ഭൂമിയിലോട്ട് എത്തുന്നത്. അന്നേരം ഏതാണ് മോളിക്യൂൾസ് ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏത് മെത്തേഡ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? റേഡിയേഷൻ വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ വാട്ട് സ്റ്റേജ് ഈസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് നെഗ്ലിജിബിൾ? ഓക്കെ, എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള മീഡിയമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഗ്യാസ്, ഓപ്ഷൻ ബി സോളിഡ്, ഓപ്ഷൻ സി ലിക്വിഡ്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. എന്താണ് പറഞ്ഞേക്കുക? ഇന്റർമോളിക്കുലാർ സ്പേസ്. ആദ്യം എന്താണ് ഇന്റർമോളിക്കുലാർ സ്പേസ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഇന്റർമോളിക്കുലാർ സ്പേസ് എന്ന് അറിയണം, അതുപോലെ തന്നെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്നും അറിയണം. അതായത് ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എടുത്തു കഴിഞ്ഞാൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് പാർട്ടിക്കിൾസിനകത്ത് കാണപ്പെടുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട് ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നുണ്ട്. ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുക ഇന്റർമോളിക്കുലാർ സ്പേസ് എന്നറിയപ്പെടുക. പാർട്ടിക്കിൾസിനകത്ത് ഇരിക്കുന്ന രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർമോളിക്കുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുക ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് സ്റ്റേജിലാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് നെഗ്ലിജിബിൾ ആയിട്ടുള്ളത് കുറവായിട്ട് കാണിക്കുക? ഇതിനകത്തായിരിക്കും നമുക്കറിയാം ഏറ്റവും അടുത്തടുത്തിരിക്കുന്ന മോളിക്യൂൾസ് ഉള്ളിടത്ത് എന്തായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും, പക്ഷേ ഇന്റർമോളിക്കുലർ സ്പേസ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. സോളിഡിനകത്ത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലും സ്പേസ് എന്താണ് വളരെ കുറവായിരിക്കും. അതുപോലെ നോക്കി ഇവിടെ എന്താണ് പറഞ്ഞേക്കുക ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് വളരെ ദൂരത്തിലായിരിക്കും കാണപ്പെടുക. അന്നേരം എന്ത് ചെയ്യും ഇവ തമ്മിലുള്ള സ്പേസ് എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലായിരിക്കും. ഇവ തമ്മിലുള്ള സ്പേസ് കൂടിക്കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും വളരെ കുറവായിരിക്കും. അന്നേരം ആൻസർ നമുക്ക് ഏത് എഴുതാം? ഓപ്ഷൻ എ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റിംഗ് വോം ഈസ് കോസ്ഡ് ബൈ വാട്ട്? അല്ലെ റിംഗ് വോം ഫോം ചെയ്യുന്ന ഏത് വഴിയാണെന്ന് നോക്കി. ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, ദെൻ പ്രോട്ടോസോവ. ഏതായിരിക്കും ആൻസർ? റിംഗ് വോമുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഫംഗസ് ആണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മൊമെൻറ്റം ഓഫ് ബോഡി ഈസ് ന്യൂമറിക്കലി ഈക്വലൻ ടു? എന്താണ് മൊമെൻറ്റം? ഒരു ബോഡിയുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഏത് ന്യൂമറിക്കലുമായിട്ട് എന്താണ് ഈക്വലൻ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കി. മാസ്, ഓപ്ഷൻ ബി കൈനറ്റിക് എനർജി, ഓപ്ഷൻ സി വെലോസിറ്റി, ദെൻ ഓപ്ഷൻ ഡി ഹൈറ്റ്. ഏതായിരിക്കും ആൻസർ? എന്താണ് മൊമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ന്യൂമറിക്കലി എന്താണ് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജിയാണ്. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്ന എനർജി ആയിരിക്കും എന്തെന്ന് പറയുക കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ രണ്ട് തരത്തിലെ എനർജിയാണ് ഉള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക മെക്കാനിക്കൽ എനർജി എന്ന് പറയുക. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഗീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മെക്കാനിക്കൽ എനർജി ആണ് എന്തെന്ന് പറയുക. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ സം എന്നറിയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? നമുക്ക് mgh എന്ന് എഴുതാം. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടലായിട്ടുള്ള മെക്കാനിക്കൽ എനർജി ലഭിക്കും. ഒരു ബോഡിയിൽ മൂവ്മെൻറ്റ്സിലൂടെ ലഭിക്കുന്ന എനർജി എപ്പോഴും കൈനറ്റിക് എനർജി. ഒരു ബോഡി എന്ത് ചെയ്യണം സ്റ്റേബിളായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോൾ ആ ബോഡിയിൽ കാണുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കാണപ്പെടുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡാമിലെ റിസർവോയറിനകത്തൊക്കെ എന്ത് ചെയ്യുന്നു? ഡാമിനകത്ത് വാട്ടർ ഫില്ല് ചെയ്തിട്ടേക്കാണ്.
അത് ഏത് തരം എനർജിയാണെന്ന് ചോദിച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കുകയാണ് അല്ലെ, അമർത്തി വെക്കുമ്പോൾ ആ ബോഡിയിൽ ഏത് എനർജി ആയിരിക്കും ആക്ട് ചെയ്യുക? അതിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ല, അന്നേരം എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കാണപ്പെടുക. പക്ഷേ ഇതിനെ നമ്മൾ റിലീസ് ചെയ്താൽ എന്ത് പറ്റും? ആ എനർജി കൈനറ്റിക് എനർജിയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പതിനാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഈസ് സൗണ്ട് മെഷേർഡ് ഇൻ ഡെസിബിൾസ് അല്ലേ? ഹൗ ഈസ് സൗണ്ട് ഈസ് മെഷേർഡ് ഇൻ ഡെസിബിൾ. ഡെസിബിൾ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ ബി ആംപ്ലിറ്റ്യൂഡ്, ഓപ്ഷൻ സി വേവ് ലെങ്ത്, ദെൻ ഓപ്ഷൻ ഡി ഫ്രീക്വൻസി. ഏതായിരിക്കും ആൻസർ? ഏതിനെയായിരിക്കും? ഡെസിബിൾ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന ഏതിനെയാണ്? ഇൻറ്റൻസിറ്റിയാണ് എന്ത് ചെയ്യുക? നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുക. അന്നേരം എന്താണ്? ഹൗ ഈസ് സൗണ്ട് മെഷേർഡ് ഇൻ ഡെസിബിൾ. ഡെസിബിളിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് എന്ത് ചെയ്യുക? നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? ഹെഡ്സ് ആണ് എന്തെന്ന് പറയുക? SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഹെഡ്സ് ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, which substance is a bad conductor of electricity in liquid state. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ബാഡ് കണ്ടക്ടർ ആയിട്ടുള്ള എന്താണ്? ഇലക്ട്രിസിറ്റിയിലേക്ക് കണ്ടക്ട് ചെയ്യാത്തത് താഴെ തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ ഏതാണ്? കോപ്പർ, ഓപ്ഷൻ ബി സിൽവർ, ഓപ്ഷൻ സി ബ്രോമിൻ, ദെൻ ഓപ്ഷൻ ഡി ഗോൾഡ്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് എന്താണ്? ബാഡ് കണ്ടക്ടർ ആണ് ചോദിച്ചേക്കുന്നത്. ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നോൺ മെറ്റൽസ് ആയിരിക്കും. മെറ്റൽസിന് എല്ലാത്തിനും എന്തിനുള്ള കഴിവുണ്ട്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസിനും ഉണ്ട്. നമുക്കറിയാം കോപ്പർ എന്താണ്? മെറ്റലാണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. സിൽവർ എന്താണ്? മെറ്റലാണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. പക്ഷേ ബ്രോമിൻ നമ്മൾ കേട്ടിട്ടില്ല. നോക്കി, ഗോൾഡ് നമുക്കറിയാം മെറ്റലാണ്, എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നോക്കി, ഓപ്ഷൻ ഒരാൾ മാത്രമേ ഉള്ളൂ നമുക്ക് പുറത്തായിട്ട് നിൽക്കുന്നത്. ഏതാണ്? ബ്രോമിൻ ആണ്. ബ്രോമിൻ എന്തിന് എക്സാമ്പിളാണ്? ഒരു നോൺ മെറ്റലിന് എക്സാമ്പിളാണ്. പക്ഷേ ഇതിനെക്കാട്ടിയൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, നോൺ മെറ്റലിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന എന്താണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന ഒരേ ഒരു നോൺ മെറ്റലേ ഉള്ളൂ. അത് ഏതാണ്? ബ്രോമിനാണ്. ക്ലിയർ ആണോ? എന്താണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന ഒരേ ഒരു നോൺ മെറ്റലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്രോമിനാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്തുണ്ട്? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന ഒരേ ഒരു മെറ്റലും കൂടെ ഉണ്ട്. ഏതാണ് ആ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെർക്കുറിയാണ് ആ മെറ്റൽ. ക്ലിയർ ആണോ? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ആണെങ്കിൽ എന്ത് എഴുതണം? മെർക്കുറി എഴുതണം. ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റലാണ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ബ്രോമിൻ എഴുതണം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഗാലിയം. എന്താണ്? നമ്മുടെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചറായിട്ട് എന്ത് ചെയ്യുകയാണ്? കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് ലിക്വിഡ് ഫോമിലോട്ട് മാറുന്ന മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം? ഗാലിയം എഴുതണം. ഇത് മൂന്നുമാണ് നമ്മൾ പഠിക്കാനുള്ള പ്രത്യേകത ഉള്ളത്. ലിക്വിഡ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെർക്കുറിയാണ്. എന്താണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ആണെങ്കിൽ എന്താണ്? ബ്രോമിനാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് ലിക്വിഡ് ഫോമിലോട്ട് മാറുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഗാലിയമാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് കോസസ് ഇൻഫ്ലുവൻസ ഡിസീസ് അല്ലെ? എന്ത് കാരണമാണ് ഇൻഫ്ലുവൻസ ഡിസീസ് ഫോം ചെയ്യുന്നത്? ഓക്കെ, ഏത് പാത്തോജനാണ് അതിനെ എന്ത് ചെയ്യുക കൂടുതൽ കാരണമായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി വൈറസ്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഏതായിരിക്കും ആൻസർ? ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, നൺ ഓഫ് ദി എബോ ആണോ? ഏതാണ് ഇൻഫ്ലുവൻസ ഡിസീസിന് കാരണമായിട്ടുള്ളത്? എപ്പോഴും ഏതായിരിക്കും? വൈറസ് ആയിരിക്കും ഇൻഫ്ലുവൻസ ഡിസീസിന് കാരണമായിട്ടുള്ളത്. ഇതിന് ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മെനിഞ്ചൈറ്റിസ് ഡിസീസ് ഈസ് റിലേറ്റഡ് ടു. മെനിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന ഡിസീസ് ഏത് ഓർഗനുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്രെയിൻ, ഓപ്ഷൻ ബി ഹാർട്ട്, ഓപ്ഷൻ സി കിഡ്നി, ദെൻ ഓപ്ഷൻ ഡി ഇയർ. അല്ലേ, നോക്കി ഏതായിരിക്കും മെനിഞ്ചൈറ്റിസ്? എന്താണ് നമുക്കറിയാം, ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ആണ് എന്തെന്നറിയപ്പെടുക? മെനിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നത്. അല്ലെ, മെനിഞ്ചസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ആണ് മെനിഞ്ചസ് എന്നറിയപ്പെടുക. അന്നേരം എന്താണ് മെനിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നത്? ഏത് ഓർഗനെ ബാധിക്കുന്ന ഡിസീസ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? അല്ലെങ്കിൽ എന്താണ് ബ്രെയിനെ ബാധിക്കുന്ന രോഗമാണ് എന്തെന്ന് പറയുക? മെനിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ലങ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്തൊരു ലെയർ കാണപ്പെടുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ്
പ്ലൂറ എന്നറിയപ്പെടുന്നത്. നിറം നോക്കിയേ, ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ആണ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പ്ലൂറയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ടിനെ എന്ത് ചെയ്യുകയാണ്? പ്രൊട്ടക്ട് ചെയ്തൊരു ലെയർ കാണപ്പെടുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് പെരികാർഡിയം അല്ലേ? പെരികാർഡിയമാണ് എന്ത് ചെയ്യുക? ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്നത്. ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ആണ് ചോദിക്കുന്നെങ്കിൽ എന്താണ്? പ്ലൂറയാണ്. മെനിജസ് എന്തിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്? ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഹാർട്ടിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ചോദിക്കുന്നെങ്കിൽ എന്താണ് എഴുതേണ്ടത്? കാർഡിയോളജി ആണ് എന്തെന്ന് പറയുക? സ്റ്റഡി ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയോളജി ആണ്. കിഡ്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? എന്താണ്? നെഫ്രോളജി ആണ്. എന്താണ്? സ്റ്റഡി ഓഫ് കിഡ്നി ആണെങ്കിൽ എന്തെഴുതാം നമുക്ക്? നെഫ്രോളജി ആണ് എന്തെന്ന് പറയുക? സ്റ്റഡി ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്നത്. ഇനി നോക്കിയേ, ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുക? ഓക്സിജനെ പമ്പ് ചെയ്യുന്ന ഓർഗനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? ഹാർട്ടാണ് എഴുതേണ്ടത് അല്ലേ? ബോഡിയിൽ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹാർട്ടാണ്. പക്ഷേ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിഡ്നിയുടെ ഫംഗ്ഷൻ? നമ്മുടെ ബ്ലഡിനെ എന്ത് ചെയ്യുക? പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിഡ്നിയാണ്. കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡയാലിസിസ് എന്ന് പറയുന്ന ഡിസീസ് എന്താണ്? ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അന്നേരം എന്താണ് അത്? കിഡ്നി അല്ലേ ഫെയിലിയർ ആയിട്ടുള്ളവർക്കും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ പറ്റാത്തവർക്കും എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യുക? ആ ഒരു യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അന്നേരം എന്താണ് 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് ബാധിക്കുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്രെയിനെയാണ് എന്ത് ചെയ്യുക? അത് കൂടുതലായിട്ട് ബാധിക്കുക. ക്ലിയർ ആണോ? 20 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? ഓക്കെ, 20 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷം ആർമിയിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആർമി എക്സാമിന് ചോദിച്ചിട്ടുള്ള ജനറൽ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. സ്കിപ്പ് ചെയ്യരുത്, ഫുൾ വീഡിയോ എല്ലാവരും കാണണം. ഈ ക്വസ്റ്റ്യൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ സെക്ഷനുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.